പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമുക്ക് കാണാനിടയായി തീർന്നു. 4-ാം അധ്യായം മുതൽ നാം ഇനി നോക്കുവാൻ പോകുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഷയങ്ങളിൽ അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ഗ്രേഡിലേക്ക് നാം പോവുകയാണ്. 1, 2, 3 അധ്യായങ്ങളെ ചുരുക്കി പറഞ്ഞാൽ നീ കണ്ടതും ഇപ്പോഴുള്ളതും എന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ, മേലാൽ സംഭവിപ്പാനുള്ളത് എന്നുള്ള കാര്യം 4-ാം അധ്യായം മുതൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് അല്പം കൂടെ നിർത്തി ചില സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. വായിച്ചു തുടങ്ങുമ്പോൾ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം, ഇതിന് ശേഷം, ഏതിന് ശേഷം? 1, 7 സഭകൾക്കുള്ള ദൂത് ലഭിച്ചതിന് ശേഷം, ദൂത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു എന്നുള്ള ഒരർത്ഥവും, മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അനന്തരം, ഏതിന് ശേഷം? സഭായുഗത്തിന് ശേഷം. അതായത് സഭയുടെ ഉൾപ്രാവണത്തോടുകൂടി, സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടി, സഭായുഗം കഴിഞ്ഞിട്ട് ഇനി നടക്കുന്ന കാര്യങ്ങളാണ്. അതാണ് അനന്തരത്തിൻ്റെ അർത്ഥം. അനന്തരം ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്. ഇവിടെ യോഹന്നാനോട് ഒരു ശബ്ദം സംസാരിക്കുകയാണ്. ഏത്? കാഹളനാദത്തോടെ പോലെ തന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം. ഏത് ആദ്യത്തെ ശബ്ദം? കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായപ്പോൾ തന്നോട് സംസാരിച്ച അതേ ശബ്ദം. അതാണ് കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ആ ശബ്ദം യോഹന്നാൻ പറയുകയാണ്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. യോഹന്നാൻ കാഹളനാദത്തിനുള്ള ശബ്ദം കേൾക്കുന്നത്, ഈ കാഹളനാദം പോലെ ഉള്ള ശബ്ദം യോഹന്നാൻ കേട്ടതിനെ സഭായുഗത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സഭയെ മധ്യാകാശ മണിയറയിൽ ചേർക്കുന്നതിനെ കുറിക്കുന്നതാണ് എന്ന് നമുക്ക് വളരെ സംശയരഹിതമായി വിശ്വസിക്കാൻ കഴിയും. കാരണം ഇവിടെ പറയുന്നത് ഇവിടേക്ക് കയറി വരിക എന്നാണ്. ഇനി ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഈ ശബ്ദം കേട്ട യോഹന്നാൻ ആത്മവിവശനായി. നമുക്ക് വിശ്വസിക്കാൻ വകയുണ്ട്, യോഹന്നാൻ ആത്മാവിൽ സ്വർഗത്തിൽ എടുക്കപ്പെടുകയാണ്. ഇത് പരിശുദ്ധാത്മാവിൽ സഭ സ്വർഗത്തിൽ എടുക്കപ്പെടുന്നതിൻ്റെ നിഴൽ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടി, അല്ലെങ്കിൽ അതിനെ വിളിച്ചു പറയുന്ന കാര്യമാണ്. സ്വർഗത്തിൽ യോഹന്നാൻ കാണുന്നത് ഒരു സിംഹാസനവും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. തീർച്ചയായും സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പിതാവായ ദൈവം തന്നെയാണ്. ഇവിടെ പിതാവായ ദൈവം തന്നെയാണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി പിതാവായ ദൈവത്തിൻ്റെ രൂപം അവിടെ വ്യക്തമായി വാഗ്മയ ചിത്രങ്ങളിൽ കൂടെ വരച്ച് കാണിച്ചിട്ടുമില്ല. കാരണം പിതാവായ ദൈവത്തിൻ്റെ രൂപം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായതുകൊണ്ട് ദൈവത്തിൻ്റെ ചില പ്രത്യേകതകളും ശ്രേഷ്ഠതകളും മാത്രമേ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, സിംഹാസനവും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നയാൾ തീർച്ചയായും പിതാവായ ദൈവമാകയാണ്. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. വിശിഷ്യമായ 2 കല്ലുകളെ കുറിക്കുകയാണ്. ഈ 2 കല്ലുകളുടെ ശ്രേഷ്ഠമായ അതിവിശിഷ്ടമായ 2 കല്ലുകൾ, രത്നക്കല്ലുകളുടെ സാമ്യമുള്ളയാളാണ് ഇരിക്കുന്നയാളെന്ന് പറയുന്നു. ഒന്നാമത്തെ കല്ല് സൂര്യകാന്തവും രണ്ടാമത്തേത് പത്മരാഗവും. ഇത് രണ്ടിനും വളരെ സവിശേഷതകളുണ്ട്. നാം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇസ്രയേലിലെ മഹാപുരോഹിതൻ്റെ സ്ഥാനവസ്ത്രങ്ങളുടെ മുകളിൽ തനിക്ക് ഒരു ബ്രസ്റ്റ് പ്ലേറ്റും അതിൻ്റെ മേലെ
ഒരു ന്യായവിധി പതക്കവും ഉണ്ടായിരിക്കണം സമചരിത്രത്തിലുള്ള. ഈ ന്യായവിധി പതക്കത്തിൽ 3 കല്ല് വെച്ച് 4 നിരയിൽ 12 വിശിഷ്ടമായ കല്ലുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. ഈ പതിപ്പിച്ചിരിക്കുന്ന കല്ലിൽ ഏറ്റവും അവസാനത്തേത് സൂര്യകാന്തവും ഏറ്റവും ആദ്യത്തേത് പത്മരാഗവുമാണ്. ഇത് ഓരോ കല്ലും ഇസ്രയേലിലെ ഓരോ ഗോത്രങ്ങളെ കാണിക്കുന്നതാണ്. ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളെ കാണിക്കുന്നതാണ് വിശിഷ്ടമായ ഈ കല്ല് ഓരോന്നും. ഇവിടെ അവസാനത്തേത് മുതൽ ആദ്യത്തേത് വരെ അവസാനത്തേതായ സൂര്യകാന്തവും ആദ്യത്തെ പത്മരാഗവും ഇവിടെ ഇരിക്കുന്നവരിൽ പ്രതിബിംബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകടമായി ിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്രയേലിലെ 12 ഗോത്രങ്ങളും ദൈവസന്നിധിയിൽ പ്രതിനിധീകരിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇസ്രയേൽ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പിതാവായ ദൈവത്തിൽ ഇസ്രയേലിനെ പ്രതിബിംബിച്ച് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. മക്കളുടെ ഭാവം അപ്പനിൽ കാണുവാൻ കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഈ അപ്പൻ്റെ മക്കൾ തന്നെ എന്നാണ്. ഇനി ഓക്കെ, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റും ഒരു പച്ച മഴവില്ല്, ഒരു വില്ല് കാണുകയാണ്. എന്താണ് ഈ വില്ല് കുറിക്കുന്നത്? ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനൊരു മഴവില്ല് പ്രത്യക്ഷമായത് നോഹ ജലപ്രളയത്തിന് ശേഷം ദൈവത്തിന് യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ നോഹയുടെ യാഗത്തിൽ ആരാധനയിൽ പ്രസാദിച്ച് ആരാധനയെ സ്വീകരിച്ച സ്വർഗസ്ഥനായ ദൈവം നോഹയുമായി ഉടമ്പടി വെക്കുവാൻ ഇറങ്ങി വരുമ്പോൾ ഉടമ്പടിയുടെ അടയാളമായി ദൈവം നോഹയ്ക്ക് കൊടുത്തതാണ് ഈ വില്ല്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് എസീക്കിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെപ്പറ്റി സ്വർഗത്തെപ്പറ്റി ദർശനം കണ്ടപ്പോൾ അവിടെയും ഈ വില്ലുണ്ട്. ഇനിയും പുതിയ നിയമത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്വർഗം കാണുമ്പോഴും അവിടെയും ഈ വില്ലുണ്ട്. അപ്പോൾ ഈ വില്ല് എന്തിനെ കാണിക്കുന്നതാണെന്ന് പറഞ്ഞു? അത് ഉടമ്പടിയെ കാണിക്കുന്നത് ആണെന്ന് പറഞ്ഞു. ഭൂമിയിൽ മഴവില്ല് കാണുമ്പോൾ അതിൻ്റെ പകുതി മാത്രമേ കാണത്തുള്ളൂ. സ്വർഗത്തിൽ സിംഹാസനത്തിന് ചുറ്റും പൂർണ്ണമായി അതിനെ കാണുവാൻ കഴിയുന്നു എന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ വേദപുസ്തക ഭാഷയിൽ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, തെറ്റില്ല. ഇവിടെ അപൂർണമായി കാണുന്ന, ഭാഗികമായി കാണുന്നതൊക്കെ അവിടെ നമുക്ക് പൂർണ്ണമായി കാണുവാൻ കഴിയുമെന്നുള്ളത്. എന്നാൽ അതിനേക്കാൾ പ്രബലമായി അതിൻ്റെ വ്യാഖ്യാനം നമുക്കിങ്ങനെയാണ് എടുക്കുന്നത്. ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. ദൈവം നമുക്ക് ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്. ഗോഡ് ഈസ് എ കവനന്റ് ഗിവിംഗ് ഗോഡ്, എ കവനന്റ് മേക്കിംഗ് ഗോഡ്, covenant keeping God, covenant honoring God and covenant fulfilling God. ദൈവം തൻ്റെ ജനവുമായി നിയമം ചെയ്യുന്നു. താൻ ചെയ്തതായ നിയമത്തെ ദൈവം ആദരിക്കുന്നു. ദൈവം അതിനെ സൂക്ഷിക്കുന്നു. ദൈവം അതിനെ പ്രാബല്യത്തിലേക്ക്, ദൈവം അതിനെ സാക്ഷാത്കരണത്തിലേക്ക് കൊണ്ടുവരുന്നു. ദൈവം ഉടമ്പടികളുടെ ദൈവവും ഉടമ്പടികളുടെ മേൽ അധിവസിക്കുന്നവരുമായ ദൈവമാണ് എന്ന് വളരെ വ്യക്തമായി കാണിക്കുന്നതാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും അവിടെ കാണുന്ന വില്ല്. ഇനിയും അത് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റുമിരിക്കുന്നു എന്നുള്ളത് ദൈവസിംഹാസനത്തിൻ്റെ ഹെയിലോ അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിൻ്റെ പ്രഭാവലയം തന്നെ ഈ വില്ലാണ്. അതിൻ്റെ അർത്ഥം ദൈവം നാമുമായി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഉടമ്പടികൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. എത്ര പ്രധാനപ്പെട്ടതാണ് ദൈവം തരുന്നതായ ഉടമ്പടികൾ? ദൈവസിംഹാസനത്തിൻ്റെ പ്രഭാവലയം തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടികളാണ്. അപ്പോൾ ഉടമ്പടിയുടെ സൂചിപ്പിക്കുന്ന വില്ല് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും കാണാൻ കഴിയുന്നു. സിംഹാസനത്തിൻ്റെ ചുറ്റും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ, അവർ പൊൻകിരീടം തലയിൽ വെച്ചിരിക്കുന്നു. അവർ വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്നു. ഇവരാരാണ്? നിശ്ചയമായും ഇവർ ദൂതന്മാർ അല്ല. എന്തുകൊണ്ടാണ് ഇവർ ദൂതന്മാരല്ല എന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം,
ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ സേവക ആത്മാക്കളാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവജനത്തിൻ്റെ സേവക ആത്മാക്കളാണ്. അവർക്ക് ദൈവത്തോടൊപ്പം ഇരുന്ന് ഭരിക്കുവാൻ അവകാശമുള്ളവരല്ല. 2, അവർക്ക് പൊൻകിരീടം, അവിടെ സ്റ്റെഫാനോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് വിജയാളിയുടെ കിരീടം, ജയാളിയുടെ കിരീടം അവർക്കുള്ളതല്ല. 3, വെള്ള ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അതും ദൂതന്മാർക്കുള്ളതല്ല. വെള്ളയുടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജയിക്കുന്നവന് ദൈവം കൊടുക്കുന്നതാണ്. അപ്പം അതും ദൂതന്മാർക്കുള്ളതല്ല. ദൂതന് കിരീടമില്ല അധികാരത്തിൻ്റെ, ദൂതന് സിംഹാസനമില്ല, ദൂതന് ജയിക്കുന്നവന് ലഭിക്കുന്ന വെള്ളയുടുപ്പിനും അർഹതയില്ല. അതുകൊണ്ട് ഈ 24 മൂപ്പന്മാർ നിശ്ചയമായും ദൂതന്മാരല്ല. മാത്രമല്ല, ദൂതന്മാരെ കുറിക്കുന്നതിന് വേദപുസ്തകത്തിൽ ഒരിടത്തും മൂപ്പൻ എന്ന വാക്ക് കൊടുത്തിട്ടില്ല. പ്രസ്ബിറ്റർ എന്ന വാക്കിന് ദൂതൻ എന്ന ഗ്രീക്ക് പദത്തിന് ദൂതൻ എന്ന അർത്ഥം ഒരിടത്തുമില്ല. ദൂതനെ ആ വാക്ക് കുറിക്കുന്നുമില്ല. അതുകൊണ്ട് നിശ്ചയമായും ഈ 24 പേര് ദൂതന്മാരല്ല. മറിച്ചവരാരായിരിക്കണം? ദൈവം ആർക്ക് സിംഹാസനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, ദൈവം ആർക്ക് ഭരണാധികാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, ദൈവം ആർക്ക് കിരീടം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ, ദൈവം ആർക്കൊക്കെ നിലയങ്കി വെള്ളയുടുപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അവരാണ് നിശ്ചയമായും ഈ സിംഹാസനത്തിലിരിക്കുന്നവർ. ഒരിക്കൽ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എന്നോടുകൂടെ പന്തിയിലിരിക്കും, എന്നോടുകൂടെ സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുകയും ചെയ്യും എന്ന്. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നവന് അല്ലെങ്കിൽ കിരീട അവകാശിയായവൻ, വെള്ളയുടുപ്പിന് അവകാശിയായവൻ നിശ്ചയമായും മനുഷ്യരാണ്, ദൂതന്മാരല്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കാം ഈ മനുഷ്യർ? സ്വർഗത്തിൽ എടുത്തു പറയത്തക്ക സ്ഥാനങ്ങളുള്ള മനുഷ്യരാരൊക്കെയാണ്? ദൈവം നമുക്ക് വേണ്ടി ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനങ്ങളുള്ള നഗരമെന്ന് വേദപുസ്തകം പറയുന്നതായ പുതിയ യെരുശലേം എന്ന നഗരത്തിൻ്റെ 12 ഗോപുരങ്ങളും 12 അടിസ്ഥാന കല്ലുകളുമുണ്ട്. ഈ 12 ഗോപുരങ്ങളിലും ഇസ്രായേൽ ഗോത്രത്തിൻ്റെ മൂപ്പന്മാരുടെ ഗോത്ര തലവന്മാരുടെ പേരുകൾ, ഗോത്രത്തിൻ്റെ പേരുകളും ഈ 12 അടിസ്ഥാന കല്ലുകളിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ 12 പേരുടെ പേരുകളുമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഈ 24 പേരും അത് ആര്? പഴയ നിയമത്തിൻ്റെ പ്രതിനിധികളായ പഴയ നിയമത്തിലെ ഗോത്രത്തലവന്മാരും പുതിയ നിയമ സഭയിലെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരായ 12 പേരും ചേരുന്ന 24 പേരാണ് ഇവിടെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം അവർ ദൈവത്തോട് കൂടെ ഇരിക്കുകയാണ്. അവർക്ക് ദൈവത്തിൽ നിന്നും അകന്നൊരു സ്ഥാനമല്ല. ദൂതന്മാർക്ക് ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇവർ അതാത് കാലഘട്ടങ്ങളിൽ ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ജയം പ്രാപിച്ചവരാണ്. കഴിഞ്ഞ 7 സഭകളുടെ ദൂത് നാം വായിച്ചപ്പോൾ 7 സഭകളോടും പറയുന്നു ജയിക്കുന്നവൻ 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 എന്ന്. അങ്ങനെ അതാത് കാലഘട്ടത്തിലെ വെല്ലുവിളികളെ, അതാത് കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ വേദപുസ്തകം അനുശാസിക്കുന്ന രീതിയിൽ അതിജീവിച്ച് ജയിച്ചതായ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പ്രതിനിധികളായ 12 അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളുടെ പ്രതിനിധികളായ 12 പേരും അടങ്ങുന്ന 24 പേരാണ് ദൈവത്തോട് ഒപ്പം സിംഹാസനങ്ങളിൽ ദൈവത്തിന് ചുറ്റും ഇരിക്കുന്നത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ യാതൊരു സംശയവുമില്ലാതെ നിസ്സംശയമായി നമുക്ക് കാണുവാനും വിശ്വസിക്കുവാനും കഴിയുന്ന കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.